പിന്നെതാ നേപ്പാളി പോലീസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. സാധനങ്ങളുണ്ട്. ജസ്റ്റ് ഒരു സ്റ്റേഷനറി കടയാണ്. പിന്നെ ഇതിന്റെ മുകളിൽ ഇതാ പബ് കേട്ടോ. അപ്പൊ ഗൈസ് ഇതാ ഇപ്പുറത്ത് ഒരു ലേഡി ഒരാളോട് സംസാരിച്ച് പൈസയൊക്കെ പറഞ്ഞു ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ ആരെങ്കിലും വരുമോ നോക്കി നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുന്നവരെ കാണില്ലേ, ഇതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് നമസ്കാരം. ഞാനിപ്പോൾ നേപ്പാളിലെ കാഠ്മണ്ഡുവിലുള്ള തമൽ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇവിടെ നൈറ്റ് ലൈഫിന് വളരെയധികം പ്രസിദ്ധമായിട്ടൊരു സ്ഥലമാണ് കാഠ്മണ്ഡുവിൽ. ഇവിടെ നിങ്ങൾക്ക് എല്ലാം കിട്ടും, കള്ളും കിട്ടും, പെണ്ണും കിട്ടും, എല്ലാം കിട്ടും. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. സമയം ഏകദേശം 11 മണിയായിട്ടോ. നിങ്ങൾ ഫ്രൈഡേ വരികയാണെങ്കിൽ മാത്രമേ ഈ നൈറ്റ് ലൈഫ് നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സാറ്റർഡേ ആണ് ഇവിടെ നേപ്പാളിൽ ലീവ്. അതുകൊണ്ട് ഫ്രൈഡേ നൈറ്റ് എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തമിഴ് എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് വരിക. അപ്പം നിങ്ങൾ വീഡിയോ മാക്സിമം മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനോട് അമർത്തിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തമിഴിലെ വിശേഷങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞങ്ങൾ തമിഴ് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കാൻ കേട്ടോ. ഇവിടുത്തെ കുറേ കടകളൊക്കെ അടച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതാ കുറേ തുണീൻ്റെ ഷോപ്പുകളൊക്കെ ഇതാ അവിടെ ലേഡീസൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കാറുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ഓരോരുത്തരും നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തമിഴ് സ്ട്രീറ്റിലേക്ക് കയറുകയാണ്. ഇവിടെ കുറേ ഇതാ മിഡ് നൈറ്റ് ക്ലബ്ബൊക്കെ ഉണ്ട്, ഡാൻസ് ക്ലബ്ബ് അല്ലേ. നിങ്ങൾക്ക് ഡാൻസ് ക്ലബിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ക്യാഷ് ഉണ്ടെങ്കിൽ. പിന്നെ അതാ ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെയാണല്ലോ എക്സ്ക്ലൂസീവ് ഡാൻസ് ക്ലബ്ബുകളാണ് പോകുന്ന വഴിയിലൊക്കെ. ഇവിടേക്ക് തന്നെ കുറേ ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ അല്ലേ. ഇവിടെയൊക്കെ ഡാൻസ് ക്ലബ്ബ് ബാറുകളാണ് ഉണ്ടാവല്ലേ ഫുള്ള്. സമയം 11 മണിയായിട്ടും നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. അതാ കുറേ ജാക്കറ്റൊക്കെ വിൽക്കുന്ന കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഷോപ്പ് അടയ്ക്കാനാണ്. പോലീസുകാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറേ ഹോട്ടലുകൾ, പിന്നെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ കുറേ ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ അടച്ചിന് കേട്ടോ. പോലീസുകാർ വന്നിട്ട് ഇവിടുന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇവിടെയൊക്കെ ഓരോരുത്തരും നിൽക്കുന്നുണ്ടല്ലേ. ഇവിടെയൊക്കെ ഓരോ ചെറിയ ചെറിയ സ്ട്രീറ്റാണ്. ഇവിടെയൊക്കെ കുറേ ഷോപ്പുകളുണ്ട് ഫുഡിൻ്റെ ഒക്കെ രണ്ട് സൈഡിലും. പിന്നെ ഇതാ ഇവിടെ ബുദ്ധ ഫ്ലാഗുകളൊക്കെ ഉണ്ട്. പിന്നെതാ നേപ്പാളി പോലീസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ട്രക്കിംഗ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഒക്കെ അടച്ചിരിക്കുകയാണ്.
പിന്നെ ഇവിടെയൊക്കെ കുറേ മ്യൂസിക് ഡാൻസ് ബാറുകളാണ് കേട്ടോ. അത് ഓരോരുത്തർ നിൽക്കുന്നുണ്ടല്ലേ. പിന്നെ എല്ലാ ജംഗ്ഷനിലും പോലീസുകാരുണ്ട് കേട്ടോ അവിടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ പാർട്ടി നടക്കുന്നുണ്ട് കേട്ടോ മുകളിലൊക്കെ. ഇവിടെ നിങ്ങൾ കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. കുറേ ഷോപ്പുകളുണ്ട്. ഞാൻ പിന്നെ നൈറ്റ് ലൈഫ് ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. 11 മണിക്ക് ശേഷം വന്നത്. ഇവിടെ ഒരു 2 മണി 3 മണി വരെ ഇതേമാതിരി തന്നെ ഉണ്ടാവുക. ഇവിടെ ഉണ്ടല്ലേ ഹിമാലയൻ ഹർബിൻ്റെ കുറേ ബാഗുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓരോരുത്തരുണ്ട്. Before I leave, we have to go to the piano bar together. ഇവിടെ ഇതുപോലത്തെ ചെറിയ ചെറിയ ഷോപ്പിൽ വരെ നിങ്ങൾക്ക് ഇതാ മദ്യം കാണും കേട്ടോ. അല്ലേ എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും ഉണ്ട്. ജസ്റ്റ് ഒരു സ്റ്റേഷനറി കടയാണ്. അതിൻ്റെ ഉള്ളിലും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ പിന്നെ അവിടെ മസാജ് പാർലറുകളും ഡാൻസ് ബാറും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്. പൈസയായിട്ട് കിട്ടി വന്നാൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇതാ പബ്ബ് കേട്ടോ ഉണ്ടല്ലേ. ടോം ആൻഡ് ജെറി പബ്ബ്. ഇവിടെ ഉണ്ടല്ലേ മസാജ് എല്ലാം ഉണ്ട്. ഗൈസ് ഇവിടുത്തെ ഹിമാലയൻ ആൻറ്റി ക്രാഫ്റ്റ് ഹൗസ് എന്നുണ്ടൊരു ഹൗസ് ഉണ്ട്. അവിടെ കുറേ ഇവിടുത്തെ എന്താ പറയുക ആൻറ്റിക്കായിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഷോപ്പിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഗൈസ് ഇന്നിവിടെ തിരക്ക് വളരെയധികം കുറവാണ് കേട്ടോ. ഇവിടെ നിന്ന് വൈകുന്നേരം മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്ത് നല്ല തണുപ്പാണ്. അതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇന്ന് ഇവിടെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നേപ്പാളിലെ ഗുരു എന്ന് പറഞ്ഞ റിലീജിയൻ്റെ ന്യൂ ഇയർ ആണിന്ന്.
അപ്പോൾ അവരുടെ പുതിയൊരു കൊല്ലം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ വീട്ടിൽ നിന്ന് ആഘോഷിക്കുന്നതാണ് കേട്ടത്. അതുകൊണ്ട് ഇവിടെ വളരെയധികം തിരക്ക് കുറവാണ് കേട്ടോ. ഇതല്ലേ ലോഡ് നേപ്പാൾ എന്ന് പറഞ്ഞിട്ട് 2024 15th ബെസ്റ്റ് ക്ലബ് ഇൻ ദി വേൾഡ് ആണ് കേട്ടത്. നല്ല തിരക്കുണ്ട്. Go, that's it. നല്ല ഫുള്ള് ഡാൻസിങ് ബാറുകളാണ് കേട്ടോ. വെരി കളർഫുള്ളാണ്. അല്ലേ ഓപ്പൺ ടെറസിലാണ് ബാറൊക്കെ നടക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതാ ഇപ്പുറത്ത് ഒരു ലേഡി ഒരാളോട് സംസാരിച്ച് പൈസയൊക്കെ പറഞ്ഞു ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ കാണുന്നവരൊക്കെ നമ്മൾ വിളിച്ചാൽ പോകട്ടോ പൈസ കൊടുത്താൽ. അപ്പം അവരിങ്ങനെ ആരെങ്കിലും വരുമോ നോക്കി നിൽക്കുകയാണ്. കുറേ ആൾക്കാരൊക്കെ പോയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു ചങ്ങായി, ഈ റോഡ് വൺ വേ ആണ് നമ്മൾ നേരത്തെ വന്ന വഴിയൊക്കെ. അപ്പോൾ ഒരു ചങ്ങായി വൺ വേ കൂടെ നിയമം തെറ്റിച്ച് വന്നു. നേപ്പാളി പോലീസ് അതാ പിടിച്ചു കേട്ടോ. നിയമം തെറ്റിച്ച് വന്നാണ്, അതുകൊണ്ട് പോലീസ് പിടിച്ചാണ്. ഇവിടെയൊക്കെ ഡാൻസ് ബാറാട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ ഓരോരുത്തർ നിൽക്കണുണ്ടല്ലേ, ആരെങ്കിലും വരുമോ നോക്കി നിൽക്കുകയാണ്. അപ്പം എല്ലായിടത്തും ഇങ്ങനെ വീഡിയോ എടുക്കണ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ കുറേ ഒന്നും വീഡിയോ എടുത്തില്ല. ഇപ്പോഴൊക്കെ നല്ല അടിപൊളി ഇവിടുത്തെ നല്ല നല്ല ഡിസൈനായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലേ. അങ്ങനത്തെ കുറേ ഷോപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരാൻ കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ട് എല്ലാം അടച്ചിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്നവരൊക്കെ ആണല്ലേ ഇതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് വീഡിയോ എടുക്കാൻ കുറേ പരിമിതികളുണ്ട് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ റോഡിൻ്റെ സൈഡിലൊക്കെ വന്നിട്ട് വരുന്നോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഡാൻസ് ക്ലബ്ബിലൊക്കെ ഫ്രീ ആണ് കേട്ടോ. കുറേ ഡാൻസ് ക്ലബ്ബ് ഉണ്ട്, അവിടെയൊക്കെ ഫ്രീ ആണ്. നിങ്ങൾ ജസ്റ്റ് അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ നിന്ന് ബീറൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ലിക്വറൊക്കെ കഴിക്കുക. പിന്നെ അതുപോലെ അവിടെ ഡാൻസ് കളിക്കുന്ന ലേഡീസിനൊക്കെ നിങ്ങൾ പൈസ ടിപ്പ് കൊടുത്താൽ മതി. വേറെ എക്സ്ട്രാ പൈസയൊന്നുമില്ല. നിങ്ങൾക്ക് അവരുടെ കൂടെ ഡാൻസൊക്കെ കളിക്കുക, എന്ത് വേണമെങ്കിലും കളിക്കുക. പിന്നെ വേറെയും പല കാര്യങ്ങളും ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാറിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഏതെങ്കിലും കുട്ടീനൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ കുട്ടീൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു നൈറ്റൊക്കെ നിൽക്കാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനത്തെ കുറേ ഓപ്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്തും ഇവിടെ കിട്ടും. അതായത് നേപ്പാളിലെ തമിഴിൽ നിങ്ങൾക്ക് ഈ ഒരു നൈറ്റിൽ എന്തും കിട്ടും ഇവിടെ. ഒരു പൈസ ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. തായ്ലൻഡിലെ പട്ടായ എങ്ങനെയാണോ അതുപോലെയാണ് നേപ്പാളിലെ തമിഴ് കേട്ടോ. തമിഴ് ഓക്കെ. നിങ്ങൾ ക്യാഷായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തും കിട്ടും, അടിച്ച് പൊളിച്ച് പോവാം. കുറേ സ്ത്രീകളൊക്കെ ഉണ്ട്, പക്ഷേ കുറേ ആൾക്കാരെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, എടുക്കാൻ അവർ സമ്മതിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറേ ഒന്നും എടുക്കാത്തത്. അപ്പോൾ നിങ്ങൾ നേപ്പാളിലൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു നൈറ്റ് ലൈഫ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ബീറോ അല്ലെങ്കിൽ ആൽക്കോളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡാൻസ് ബാറിലൊക്കെ കയറിയിട്ട് ഡാൻസൊക്കെ കളിക്കുക. അതുപോലെ തന്നെ അവർക്ക് ടിപ്പൊക്കെ കൊടുക്കുക. വേറെ എക്സ്ട്രാ പൈസയൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് പബ്ലിക്കായിട്ട് സിഗരറ്റും വലിക്കുക, എന്തും വലിക്കുക. അപ്പം വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. If I work in news channel is a problem, otherwise it's no problem.
അപ്പോൾ ഗൈസ് ഈ തമലിലെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെന്തായാലും റിയലായിട്ട് ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനോട് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ലഭിക്കുന്നതാണ്. അപ്പം മറ്റൊരു അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.